ഇന്നത്തെ ബിഗ് ബോസിൽ വിയാന തിരിച്ചു വരികയാണ്. നല്ലൊരു അടിപൊളി പാട്ടോട് കൂടിയാണ് വിയാന ഡാൻസ് കളിച്ച് വരുന്നത്. എല്ലാവരും വിയാനയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഭയങ്കര സന്തോഷമാകുന്നു എല്ലാവർക്കും. വിനോദും ദിവ്യയും സാന്ദ്രയും എല്ലാവരും കൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് വിയാനയെ. എന്നിട്ട് വിയാന എല്ലാവരോടുമായിട്ട് പറയുന്നു, നമുക്ക് ലിവിങ് റൂമിൽ പോയിരിക്കാം. ലിവിങ് റൂമിൽ പോയി ഇരുന്നിട്ട് വിയാന പറയുന്നത്, എനിക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് 2 പേരെ എൻ്റെ കൂടെ പറഞ്ഞു വിടണം. അങ്ങനെ നിങ്ങൾക്ക് 2 പേരെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ 2 പേരെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിയാന പറയുകയാണ്. ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ വിക്രം വന്ന് സംസാരിക്കും. വിക്രം എല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവായിട്ടാണ്. എന്ത് പറഞ്ഞാലും വിക്രമിന് ഭയങ്കര കരച്ചിലാണ് ഇതിനകത്ത്. അതുപോലെ തന്നെയാണ് ദേഷ്യം വന്നാൽ ഭയങ്കര ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നതും. ഇപ്പം കമറുദ്ദീനെയും പാർവതിയും അന്ന് ഭയങ്കരമായിട്ട് ദേഷിച്ച് സാന്ദ്രയെ ഉരുട്ടിയിട്ട സമയത്ത് എന്നിട്ട് കമറുദ്ദീനെ ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിക്രം. ഇപ്പം വിക്രമൻ പറയാണ്, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സംസാരിക്കുന്നത്. പറയാണ്, എനിക്ക് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ട, അല്ലാതെ ഞാൻ വരാൻ തയ്യാറാണ്. എനിക്ക് ഇങ്ങനത്തെ ഗെയിം വയ്യ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല, എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കരയാണ് വിക്രം. സത്യമായിട്ടും എനിക്കങ്ങനെ കുറ്റം പറയാൻ സാധിക്കില്ല ബിഗ് ബോസ്, എന്നോട് ക്ഷമിക്ക്. ഞാൻ നിൻ്റെ കൂടെ പുറത്ത് വരാൻ തയ്യാറാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിൻ്റെ കൂടെ വരുന്നതെന്ന് വിയാനയോട് പറയുന്നു. എല്ലാവർക്കും ടെൻഷനായി, ആരെയാണ് കൊണ്ടുപോകുന്നത്. വിയാന പറയുന്നത്, ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു, 2 പേരെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത്. വിക്രമിനെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നുന്നു. ദിവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ കഴിച്ചതെന്ന്, നിനക്ക് വിശക്കുന്നുണ്ടോ, ഞാൻ നിനക്ക് മുട്ട ബുൾസ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കിച്ചണിലോട്ട് നടക്കുമ്പോൾ ശബരി പുറകെ ചെന്നിട്ട് വിയാനെ, എൻ്റെ അമ്മ കണ്ടോ എന്ത് പറഞ്ഞൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഒരു ലൂസ് പയ്യൻ, അവൻ എന്ത് ചെയ്യുകയാണ് അവിടെ. അങ്ങനെ ശബരിയെ കളിയാക്കി വിയാന എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബുൾസ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ദിവ്യ കിച്ചണിൽ പോയി ബുൾസ ഉണ്ടാക്കുന്ന. എന്നിട്ട് വിയാന പറയുന്നത്, ഞാനിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് നോക്കി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും. അന്നേരം അവർ നമ്മളടുത്ത് ഭയങ്കര സോഫ്റ്റായിട്ട്, നീ ഗെയിം നല്ലതായിട്ട് കളിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പോലും എന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ സുബിഷ, ഞാൻ ഇവിടുന്ന് ഞാൻ പോകുന്നിടം വരെ എല്ലാ വീക്കിലും എന്നെ നോമിനേറ്റ് ചെയ്യുന്നതൊക്കെ വിയാന പറയുകയാണ്. വിനോദ് എല്ലാം കേട്ടുകൊണ്ടിരുന്ന് എന്തോ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 2 പേരെ കൊണ്ടുപോകുന്നുള്ളത് സത്യമാണെങ്കിൽ അത് ഒന്ന് വിക്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായി. വിക്രമിന് ഭയങ്കര സങ്കടമാവുന്നു. വിക്രം ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ഗെയിം കളിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. വെളിയിലുള്ള ജനങ്ങൾ വിക്രമിനെ പറ്റി എന്തോ പറഞ്ഞെന്നാണ് ആ കുട്ടി വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വിക്രമിന് ഭയങ്കര സങ്കടം. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അതുപോലെ ശബരിയും ഒരുപാട് വിക്രമിനോട് പറയുന്ന, അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്, അതൊക്കെ ഗെയിമിൻ്റെ പാർട്ടായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിക്രമിനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സാന്ദ്ര ഒന്നും മിണ്ടാതെ അടുത്തിരിപ്പുണ്ട്. ഇങ്ങനെ 2 പേരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അടുത്തൊരാൾ സാന്ദ്രയായിരിക്കും. എന്ന് വെച്ചാൽ വോട്ടിങ്ങിൽ ഏറ്റവും കുറവുള്ളത് വിക്രമിന് തന്നെയാണ്. സാന്ദ്രയ്ക്ക് കഴിഞ്ഞ ഒരു വാരം നല്ല ലീഡിങ് ഉണ്ടായിരുന്നു. കാർ ടാസ്കിൽ നിന്ന് ഇറങ്ങി സാന്ദ്രയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ശബരിക്ക് നല്ല വോട്ടിങ്ങാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ശബരി വോട്ടിങ്ങിൽ മുന്നിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശബരി പോകാൻ സാധ്യതയില്ല. പിന്നെ ബാക്കി എല്ലാവർക്കും നല്ല വോട്ടുണ്ട്. പിന്നെ സാന്ദ്ര ആവാനാണ് ചാൻസ്, അറിയില്ല, നമുക്ക് കാണാം. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.